ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഇൻക്ലൂഡിങ് CC 750 750 രൂപ വരുന്ന ഒരു 6 എഗ്ലോണിമ കോമ്പോസ് ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ കോമ്പോകളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഫസ്റ്റ് കോമ്പോക്കകത്ത് വരുന്നത് നല്ലൊരു ബോക്സിൻ്റെ ബുഷി പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് ഡൈഫൻ ബാച്ചിയുടെ നമ്മളൊരു ന്യൂ വെറൈറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലാന്റാണ് കേട്ടോ. ഗ്രീൻ ഷെയ്ഡ് കുറഞ്ഞ് വൈറ്റ് ഷെയ്ഡ് കയറി വരുന്ന ഒരു പ്ലാന്റ്. അതിൻ്റെ ഒരു ബുഷി പ്ലാന്റ്, ബ്യൂട്ടിയുടെ ഒരു ബുഷി പ്ലാന്റ്, അടുത്ത പിങ്ക് ലെഗസിയുടെ ഒരു ബുഷി പ്ലാന്റ്. ഈ 4 ബുഷി പ്ലാന്റ്സാണ് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോക്കകത്ത് വരുന്നത്, ഇൻക്ലൂഡിങ് CC 750. ഈ രണ്ടാമത്തെ കോമ്പോ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ കോമ്പോ ഫസ്റ്റ് കോമ്പോനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈറ്റ് കുറവുള്ള പ്ലാന്റ്സാണ്, പക്ഷേ ഡിമാൻഡ് വൈസ് കൂടുതലുള്ള പ്ലാന്റാണ്. സെൻ സ്റ്റാറിൻ്റെ ഒരു ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്. ഇത് എഗ്ലോണിമ തായ് സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ്. പിങ്ക് ഡയമണ്ട്സിൻ്റെ നല്ലൊരു പ്ലാന്റ്. ഇത് വന്നിട്ട് റെഡ് നൈറ്റ് സ്പാർക്കിളുടെ ഒരു പ്ലാന്റ്. ഈ 4 പ്ലാന്റാണ് രണ്ടാമത്തെ കോമ്പോയിൽ വരുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. ബുഷിയാണ്, ഹൈറ്റ് ഒരുപാടില്ല, എല്ലാം ഒരു സെയിം സൈസിൽ നിൽക്കുന്ന പ്ലാന്റ്സാണ്. ഇനി മൂന്നാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ ഇതാണ് മൂന്നാമത്തെ കോമ്പോ. റെഡ് വാലൻറ്റൈൻ്റെ ഒരു ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്, പിങ്ക് സോഡിൻ്റെ ഒരു ബുഷി പ്ലാന്റ്, റെഡ് ഏഞ്ചലിൻ്റെ ഒരു ബുഷി പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് എഗ്ലോണിമ റോസൻ്റെ പ്ലാന്റാണ് കേട്ടോ. നല്ല ഒരു പ്ലാന്റാണ് റോസൻ്റെ. ഈ 4 പ്ലാന്റാണ് നമ്മുടെ മൂന്നാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ കോമ്പോ കേട്ടോ. നാലാമത്തെ കോമ്പോയ്ക്കകത്ത് നല്ല ബുഷി ആയിട്ടുള്ള ഓസ്പിഷ്യസ് പിങ്കിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ. നല്ല ബുഷി പ്ലാന്റാണ്. അടുത്ത് വരുന്നത് മിൽക്കി വൈറ്റിൻ്റെ ഒരു ബുഷി പ്ലാന്റ്. ഇത് വന്നിട്ട് റെഡ് സോഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് നമ്മൾ അധികം കോമ്പോയിൽ വെച്ചിട്ടില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറേ നാളായിട്ട് ഇല്ലാതിരിക്കുമായിരുന്നു. 1-2 പ്ലാന്റേ ഉള്ളൂ കേട്ടത്. ഇത് ലെമൺടെ നാരോ എന്ന് പറയും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നല്ല നാരോ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്. ഈ 4 പ്ലാന്റാണ് നമ്മുടെ നാലാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. അഞ്ചാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചൈന റെഡിൻ്റെ പ്ലാന്റ്, നല്ലൊരു ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ്. അടുത്തത് വരുന്നത് നല്ലൊരു ഹെങ്ങിൻ്റെ പ്ലാന്റ്. ഇത് സൂപ്പർ വൈറ്റിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ് കേട്ടോ. 4 ലീഫ്, 5ാമത്തെ ലീഫ് വരുന്നു, ആ ഒരു സ്റ്റേജിലുള്ളത്. ഹൈറ്റ് ഉണ്ട്. ഈ 4 പ്ലാന്റാണ് നമ്മുടെ 5ാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. നല്ല ബുഷി പ്ലാന്റാണ്. 6ാമത്തെ കോമ്പോ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നല്ല ഭംഗിയുള്ളൊരു റെഡ് നൈറ്റ് സ്പാർക്കിളിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളർ വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. റെഡ് നൈറ്റ് സ്പാർക്കിളിൻ്റെ നല്ല ഒരു പ്ലാന്റ്. ഇത്രയും കളറായിട്ട് നമുക്ക് കിട്ടാറില്ല റെഡ് നൈറ്റ് സ്പാർക്കിൾ. നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. എല്ലാ ലീഫും കളർ വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് നമ്മൾ സ്നോ വൈറ്റിന് തന്നെ കളർ കൂടിയിട്ടുള്ളൊരു വെറൈറ്റി ഇല്ലേ, വൈറ്റ് ഷെയ്ഡ് കൂടി വരുന്നത്, ആ ഒരു വെറൈറ്റിയാണ്. ബുഷി പ്ലാന്റാണ്. അടുത്തത് വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ ഒരു ബുഷി പ്ലാന്റാണ് കേട്ടോ. നല്ല ബ്യൂട്ടി റെഡിൻ്റെ ഒരു ബുഷി പ്ലാന്റ്. അടുത്തത് വരുന്നത് റൈസ് നാരോയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ 4 പ്ലാന്റാണ് നമ്മുടെ 6ാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോമ്പോസ്. അപ്പോൾ കോമ്പോ താല്പര്യമുള്ളവർ, കോമ്പോ വേണ്ടവർ, ഏത് കോമ്പോയാണ് വേണ്ടത് എന്നാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കുകയോ ചെയ്യുക കേട്ടോ. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴി, സ്പീഡ് പോസ്റ്റ് വഴിയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.